നമ്മൾ നേരത്തെ ഇവിടെ കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഇതൊക്കെ അപ്പം അങ്ങ് ക്ലീനാക്കി. കുറേ വാഴകളുണ്ടായിരുന്നു, ഒക്കെ ലൊട്ടിലൊടുക്ക് വാഴകളായിരുന്നു. അതിനൊക്കെ പറിച്ച് മാറ്റി 3 നല്ലത് മാത്രം നിർത്തിയിരിക്കുന്ന. ഇതാണ് നമ്മുടെ പുതിയ ഗാർഡൻ്റെ സെറ്റപ്പ്. ഇതായിരിക്കും ഇനി നമ്മുടെ പച്ചക്കറിത്തോട്ടം. ഈ വാഴക്കൂട്ടം മാറ്റണം. ഇവിടെ കുറച്ച് കോവയ്ക്കയുടെ തണ്ടുണ്ട്, സിമി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്ന് അത് നടാൻ പോകുന്നു ഇവിടെ. ഇതിപ്പോൾ നമ്മുടെ പഴയ നേരത്തെ വെച്ചിട്ടുള്ള ഗാർഡൻ ബെഡാണ്, വെജിറ്റബിൾ ഗാർഡൻ ബെഡ്. ഇതിലിപ്പോൾ ഉള്ളത് ഇത് മത്തനാണ്. ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മത്തൻ്റെ കുരു ഇട്ടതാണ്. പിന്നെ കറിവേപ്പില, ഇത് നമ്മുടെ വെണ്ട, അതുണ്ട് അത് ബീൻസാണ്. അതിൻ്റെ ഉള്ളിൽ ഇഗ്വാന വരാതിരിക്കാൻ വേണ്ടി സെറ്റപ്പാക്കിയിരിക്കുന്നത്. ഇതിലേക്കിനി വല്ല വിത്തൊക്കെ ഇടണം. പിന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ ദാ വള്ളിയായി ഹൈറ്റ് വന്നു. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനയാണ്, അത് സൂപ്പറായി വരുന്നുണ്ട്. പിന്നെ ഒരു പടുവലം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൊരക്കയും അത് നല്ല വള്ളി ഹൈറ്റായി. ഒക്കെ നെറ്റിൻ്റെ ഉള്ളിലാണ്, ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല. വേണ്ട, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി ഇതിൻ്റെ ഇവിടേക്ക് തന്നെ ഒരു സൂപ്പർ ഗാർഡൻ ആക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇവിടെ സെറ്റാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ അവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇതൊക്കെ ക്ലീൻ ആക്കണം. വേറൊരു ദിവസം ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇതേട്ടാ. ഇത് മൊത്തം മത്തനാണ്. ആ മത്തൻ വള്ളിയാവാൻ തുടങ്ങി. ഇതാ ഫുള്ള് മത്തൻ. ഇവിടെ ഒരു കറിവേപ്പിലയുടെ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയോന്നറിയില്ല, വരുമായിരിക്കും. പിന്നെ വെണ്ടയ്ക്കൊക്കെ അത് ഇഗ്വാന തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പാവയ്ക്കൊക്കെ ഇതാ. ഞാൻ പാവയ്ക്ക ഇഗ്വാന തിന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ പാവയ്ക്കും ഇഗ്വാന തിന്നുന്നുണ്ട്. പടുവലം പിന്നെ നെറ്റിൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട് കുഞ്ഞു ഇഗ്വാനകൾ. ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിനകത്തൊരു വഴുതനയുണ്ട്. എല്ലാം ഇഗ്വാനകളുടെ കൺട്രോളിലാണ് സംഭവം. ഞാനിതൊരു പപ്പായ വെച്ചതാണ്. പിന്നെ ഇതാണ്ട പുതിയ സെറ്റപ്പ്. ഇതിനകത്താണ് എന്താണ് നമ്മുടെ കോവയ്ക്ക വെച്ചിരിക്കുന്നത്. വേണ്ട, കോവയ്ക്ക വരുന്നുണ്ട്. പക്ഷേ ഇതും ഇഗ്വാനയാണോ അതോ ഇനിയിപ്പോൾ പ്രാവ വല്ലതും തിന്നാണെന്ന് അറിയില്ല. ഒന്നിൻ്റെയൊക്കെ തിന്നു. ഞാൻ കുറച്ച് വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. ഇതാ വാഴ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.